Good morning to all. Today we are discussing data types in Python. പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ ടൈപ്സുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് we are discussing what is the use or what is the purpose of data types. അപ്പോൾ അത് it specifies mean data type specifies type of data and different operation that can perform upon data. ഈ നമ്മൾ നൽകുന്ന ഡാറ്റയുടെ ടൈപ്പ് എന്താണെന്നും എന്തെല്ലാം ഓപ്പറേഷൻസ് അതിന് മുകളിൽ ഇൻ്റർപ്രട്ടൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻഫർമേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ തന്നെ പറയാം. ഫസ്റ്റ് ഒരു ഡാറ്റയാണ് മാർക്ക് ഈക്വൽ ടു 60. ഇവിടെ 60 എന്നുള്ള അതിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ നൽകിയിട്ടുള്ള അതിലെ കണ്ടൻറ്റ് വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളത് 60 എന്നാണ്. അപ്പോൾ ഇതൊരു ഇൻറ്റിജറാണ്, ഹോൾ നമ്പറാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ്. ഇതിൽ നിന്നും ഇൻ്റർപ്രട്ടർക്ക് പല കാര്യങ്ങളും അതിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന്, മാർക്കിൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ്. ആ മാർക്ക് എന്ന് പറയുന്ന വേരിയബിൾ അല്ലെങ്കിൽ അതിലുള്ള കണ്ടൻറ്റിൽ നമുക്ക് പലതരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്താൻ പറ്റും. അരിത്മെറ്റിക് ഓപ്പറേഷൻ നടത്താൻ പറ്റും, റിലേഷണൽ ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓപ്പറേഷൻസ് നടത്താൻ പറ്റും. ഇങ്ങനെയുള്ള ഏതൊക്കെ ഓപ്പറേഷൻസാണ്, അതിൻ്റെ ടൈപ്പ് എന്താണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്നലെ പറഞ്ഞു C++ലൊക്കെ വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം. എന്നാൽ പൈത്തണിൽ അതിൻ്റെ ആവശ്യമില്ല, വാല്യൂവിൽ നിന്നാണ് അതിൻ്റെ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിൻ്റെ വാല്യൂ 60 എന്നാണ്, അതുകൊണ്ട് ഇൻറ്റിജറാണ്. അപ്പോൾ അതിനാസ്പദമായിട്ടുള്ള ഓപ്പറേഷൻസാണ് അതിന് മുകളിൽ നടത്താൻ പറ്റുക എന്നുള്ള ഇൻഫർമേഷനാണ് ഈ ഒരു ഡാറ്റ ടൈപ്പിൽ നിന്ന് ഇൻ്റർപ്രട്ടർക്ക് കിട്ടുന്നത്. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നെയിം ഈക്വൽ ടു അൻവർ. അപ്പോൾ നെയിം എന്നുള്ളതാണ് ഇവിടെ വേരിയബിൾ, പക്ഷേ ഇതിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ്ങിൽ നമുക്ക് അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അരിത്മെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാന്ന് വെച്ചാൽ മറ്റ് ഓപ്പറേഷൻസാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഓർ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ്, തന്ന സ്ട്രിങ്ങിലുള്ള എത്ര ലെറ്റേഴ്സ് ഉണ്ട്, ആൻഡ് നമ്പർ ഓഫ് അപ്പർ കേസ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലോവർ കേസ് ലെറ്റേഴ്സ് ഇൻ ദ സ്ട്രിങ്, അല്ലെങ്കിൽ വി ക്യാൻ കൺവേർട്ട് എൻ്റയർ സ്ട്രിങ് ഇൻ ടു അപ്പർ കേസ് ഓർ വി ക്യാൻ കൺവേർട്ട് എൻ്റയർ സ്ട്രിങ് ഇൻ ടു ലോവർ കേസ്. ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസാണ് നമുക്ക് പെർഫോം ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞത്. ഏത് ഡാറ്റയാണെന്നും ആ ഡാറ്റയിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് നടത്താൻ പറ്റും എന്നുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. വേരിയസ് ഡാറ്റ ടൈപ്സ് ആർ, നമ്മൾ പറഞ്ഞു പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന വ്യത്യസ്തമായ ഡാറ്റ ടൈപ്സ് ആണ്. അതിലൊന്നാമത്തത് ഇൻറ്റിജർ. ഇൻറ്റിജർ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ് വിത്തൗട്ട് ഫ്രാക്ഷൻ ഇല്ലാത്ത ഹോൾ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റിജർ ഉപയോഗിക്കുന്നത്. കീവേഡ് ഈസ് ഇൻറ്റ്, അതിൻ്റെ കീവേഡ് ഇൻറ്റ് എന്നുള്ള കീവേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻറ്റിജർ എന്ന് വെച്ചാൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നത് പോയിൻ്റ് ഇല്ലാത്ത എന്ന് വെച്ചാൽ ഹോൾ നമ്പേഴ്സിനെയാണ് അതിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ അറിയാം മാർക്ക് ഈക്വൽ ടു 60, കാരണം ഇവിടെ പോയിൻ്റ് ഇല്ലാത്ത നമ്പറാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള മാർക്ക് എന്നുള്ള വേരിയബിളിൽ. നാം എന്നുള്ള വേരിയബിളിൻ്റെ സ്ഥാനത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള 80 എന്നാണ്. ഇവിടെ നിങ്ങൾക്കറിയാം ഒരു ടൈപ്പ്, ഇതൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. ആൾറെഡി ലൈബ്രറിയിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫംഗ്ഷനെയാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുക. പ്രിൻ്റ് തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ, ഡിസ്പ്ലേ ചെയ്യാൻ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസായ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് പ്രിൻ്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രിൻ്റ് ടൈപ്പ് ഓഫ് മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടൈപ്പ് പ്രിൻ്റ് ചെയ്യുക. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ റിട്ടേൺ ദ ഡാറ്റ ടൈപ്പ് ഓഫ് ദ ഗിവൺ വേരിയബിൾ. അപ്പോൾ ഇവിടെ ഓർ വാല്യൂ ഡാറ്റ. ഇപ്പോൾ ഇവിടെ നമുക്കൊരു വേരിയബിളാണ് മാർക്ക്, അതിൻ്റെ ടൈപ്പ് പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ ഔട്ട്പുട്ട് വരിക, അതാണ് ഔട്ട്പുട്ട് ക്ലാസ് ഇൻറ്റ് എന്നാണ്. കാരണം അതിൽ ഇൻറ്റിജറാണ് സ്റ്റോർ ചെയ്തത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജറാണ്. അപ്പോൾ ഇതിന് വേരിയസ് ഓപ്പറേഷൻസ് സച്ച് ആസ് അരിത്മെറ്റിക് ഓപ്പറേഷൻ, റിലേഷണൽ ഓപ്പറേഷൻ, ലോജിക്കൽ ഓപ്പറേഷൻ, ഇതെല്ലാം ഇതിന് മുകളിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഫ്ലോട്ട്.
ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ് വിത്ത് ഫ്രാക്ഷണൽ പാർട്ട്. പോയിൻറ്റും കൂടി വരുന്ന നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഫ്ലോട്ട് എന്നുള്ള ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഇല്ലാത്ത. ഇപ്പോൾ കീവേഡ് ഈസ് ഫ്ലോട്ട്, അതിൻ്റെ കീവേഡ് ഫ്ലോട്ടാണ്. ഇവിടെ അറിയാം പെർസെൻറ്റേജ് PR എന്നുള്ള നമ്മൾ ഷോർട്ട് ഫോമാണ് എപ്പോഴും കൊടുക്കുക. വേരിയബിൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് ഫോം കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് പെർസെൻറ്റേജ് എന്നുള്ളതാണ്. അപ്പോൾ പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ചില വാല്യൂ അസൈൻ ചെയ്താൽ പിന്നെ എവിടേക്കാണോ യൂസ് ചെയ്യുന്നത് നമ്മൾ ആ വാല്യൂ അല്ലെങ്കിൽ ആ വേരിയബിൾ അവിടെയൊക്കെ നമ്മൾ അതേ രീതിയിൽ സ്പെല്ലിംഗ് തെറ്റാതെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളൊരു ചെറിയ മീൻസ് വേരിയബിൾ നെയിം ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ഫോം ഷോർട്ട് ആയിട്ട് നെയിം കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ PR പെർസെൻറ്റേജ് ഈക്വൽ ടു 70.5 പോയിൻ്റ് വന്നിട്ടുണ്ട്. ആവറേജ് ഈക്വൽ ടു 60.1. ഇങ്ങനെ പോയിൻറ്റും കൂടി വന്നത് സ്റ്റോർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ടൈപ്പ് ഫ്ലോട്ട് എന്നാണ് വരിക. ഇനി അടുത്തത് കോംപ്ലക്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ് വിത്ത് റിയൽ ആൻഡ് ഇമേജിനറി പാർട്സ്. ഈ റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടുള്ള നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. കീവേഡ് ഈസ് കോംപ്ലക്സ്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു വേരിയബിളിൻ്റെ പേര് കൊടുത്തതാണ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കോംപ്ലക്സ് അണ്ടർസ്കോർ നംന്നോ അല്ലെങ്കിൽ C നംന്നോ എന്തു കൊടുക്കാം. ഇവിടെ ഞാൻ നം എന്നാണ് കൊടുത്തിട്ടുള്ളത്. നം ഈക്വൽ ടു കോംപ്ലക്സ് 5,8. ഇപ്പോൾ റിയൽ പാർട്ടിൽ 5, ഇമാജിനറി പാർട്ടിൽ 8 വരിക. 5 + 8i നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും +2 പ്ലസ് ഹയർ സെക്കൻഡറി മീൻസ് +1 അല്ലെങ്കിൽ +2 ക്ലാസ് നിങ്ങൾ മാത്സിൽ പഠിച്ചിരിക്കും കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ ടൈപ്പ് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രിൻറ്റ് ടൈപ്പ് ഓഫ് നം, കാരണം ഇതിൽ കോംപ്ലക്സ് നമ്പർ സ്റ്റോർ ചെയ്തിട്ടുള്ളത് കോംപ്ലക്സ് എന്നുള്ളതാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ ഡാറ്റ ടൈപ്പാണ് കോംപ്ലക്സ്. അടുത്തത് 4 ബൂളിയൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഓർ യൂസ് ടു സ്റ്റോർ വാല്യൂസ് സച്ച് ആസ് ട്രൂ ഓർ ഫാൾസ്. ട്രൂ ഓർ ഫാൾസ് ആണ് ബൂളിയൻ വാല്യൂസ്. ട്രൂ എന്ന് പറഞ്ഞാൽ 1 എന്നുണ്ട്, ഫാൾസ് പറഞ്ഞാൽ 0 എന്നുണ്ട്. അപ്പോൾ ഈ ട്രൂ ഫാൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൂളിയൻ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. കീവേഡ് ഈസ് ബൂൾ. ഇപ്പോൾ ബി നെയിം ഈക്വൽ ടു ട്രൂ, കാരണം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കുക, ബാക്കിയൊക്കെ ലോവർ കേസ് കൊടുക്കുക. ഇപ്പോൾ ബി നെയിം ഈക്വൽ ടു ട്രൂ. ഇവിടെ ബൂളിയൻ നെയിം എന്നുള്ള ഷോർട്ട് ഫോം ആയിട്ട് കൊടുത്താൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഷോർട്ടായിട്ട് കൊടുക്കണം. ബി നെയിം ഈക്വൽ ടു ട്രൂ. അതിൻ്റെ ടൈപ്പ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബൂൾ എന്നുള്ളതാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് റിട്ടേൺ ചെയ്യുക. അടുത്തത് സ്ട്രിങ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് വിത്തിൻ ഡബിൾ കോഡ്സ് ഓർ സിംഗിൾ കോഡ്സ്. സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രിങ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. വൈൽ സ്പെസിഫൈങ് ദ സ്ട്രിങ് വി ഷുഡ് എൻക്ലോസ് ദി സ്ട്രിങ് ഓർ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് വിത്തിൻ സിംഗിൾ കോഡ്സ് ഓർ ഡബിൾ കോഡ്സ്. ഒന്നിക്ക് സിംഗിൾ കോഡ്സിൽ കൊടുക്കാം അല്ലെങ്കിൽ ഡബിൾ കോഡ്സിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിന് നമ്മൾ സിംഗിൾ കോഡ്സിൽ അല്ലെങ്കിൽ ഡബിൾ കോഡ്സിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതിൻ്റെ കീവേഡാണ് STR. ഇപ്പോൾ നമുക്കറിയാം നെയിം ഈക്വൽ ടു അരുൺ, കാരണം അരുൺ എന്നുള്ളത് ഒരു സെറ്റ് ഓഫ് ലെറ്റേഴ്സാണ്. അപ്പോൾ ഇതൊരു സ്ട്രിങ് ആയിട്ട് ഡബിൾ കോഡ്സിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. പ്ലേസ് പേരാമ്പ്ര ഡബിൾ കോഡ്സ് കൊടുത്തു, ഇതും എന്താണ് ഒരു സ്ട്രിങ്. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് കൊടുക്കുകയാണ്. ഡബിൾ കോഡ്സിൽ 532 ഡബിൾ കോഡ്സിലാണ് കൊടുത്തത്, അല്ലെങ്കിൽ സിംഗിൾ കോഡ്സ് കൊടുത്താൽ അതും സ്ട്രിങ് ആയിട്ട് തന്നെയാണ് എടുക്കുക. ഡബിൾ കോഡ്സിൽ എന്താണോ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അതൊക്കെ അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിൽ അത് സ്ട്രിങ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് ടൈപ്പ് ഓഫ് പ്ലേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറഞ്ഞ ഡാറ്റ ടൈപ്സിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളായിട്ട് ചെറുതായിട്ടൊന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ X ഈക്വൽ ടു നമ്മൾ 90 എന്ന് കൊടുത്തു. X ഈക്വൽ ടു 90 എന്ന് പറയുമ്പോൾ X എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്, 90 എന്നുള്ളത് ഹോൾ നമ്പറാണ്. അപ്പോൾ Xനെ ഇൻറ്റിജർ വേരിയബിളായിട്ടാണ് എടുക്കുക. ഇപ്പോൾ പ്രിൻറ്റ് ടൈപ്പ്, അതിൻ്റെ ടൈപ്പ് ഡിസ്പ്ലേ ചെയ്യാനാണ് ടൈപ്പ് ഓഫ് X എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ടൈപ്പ് കാണാൻ പറ്റും. ഇവിടെ X എന്ന് വന്നിട്ടുണ്ട്, ഇൻറ്റ് എന്ന് വന്നിട്ടുണ്ട്, അതിൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ്. അതുപോലെ തന്നെ X ഈക്വൽ ടു അല്ലെങ്കിൽ നമ്പർ വേരിയബിൾ നെയിം എന്തും നമുക്ക് കൊടുക്കാം. നം ഈക്വൽ ടു 90.6 എന്ന് കൊടുത്തു.
അപ്പോൾ ഇത് ഫ്ലോട്ടായിട്ടാണ് എടുക്കുക. ഇപ്പോൾ പ്രിൻറ്റ് ടൈപ്പ് ഓഫ് എന്ന് കൊടുത്തു, അതാണ് ഫ്ലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ കോംപ്ലക്സ് നമ്പർ പറഞ്ഞു. കോംപ്ലക്സ് നമ്പർ ഞാൻ സി നം എന്നാണ് വേരിയബിൾ നെയിം കൊടുത്തത്. സി നം ഈക്വൽ ടു കോംപ്ലക്സ് ഓഫ് ആദ്യത്തെ റിയൽ പാർട്ട് 3, ഇമാജിനറി പാർട്ട് 7. ഇനി ഞാൻ ഇത് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് നേരിട്ട് സി നം എന്ന് കൊടുത്താൽ അത് പ്രിൻ്റ് ചെയ്യും. എന്താണോ സി നമ്മളുള്ളത് പ്രിൻ്റ് ചെയ്യും. അതാണ് 3 + 7j എന്നാണ്. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് 3 + 7j എന്ന് വെച്ചാൽ 3 എന്നുള്ളത് റിയൽ പാർട്ട്, 7 എന്നുള്ളത് ഇമാജിനറി പാർട്ട്. അതിൻ്റെ ടൈപ്പ് കൊടുക്കുകയാണെങ്കിൽ പ്രിൻ്റ് ടൈപ്പ് ഓഫ് സി നം, ഉടൻ തന്നെ കോംപ്ലക്സ് എന്നുള്ള ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ബൈനറി ബിൻ കൊടുത്തു, ബൈനറി വാല്യൂ എന്നുള്ളത് ബിൻ ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്തു, ബൈനറി വാല്യൂ. ഇനി പ്രിൻ്റ് ടൈപ്പ് ഓഫ് ബിൻ കൊടുത്താൽ ബൂൾ എന്നാണ് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് കണ്ടെയ്നർ ഡാറ്റ ടൈപ്സ് എന്നുള്ളത് നാളെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു വെരി മച്ച്.